നിനക്ക് മുതിർന്ന ഒരു മകളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. പഴയ മാലിനി ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ അവിടുന്ന് അറിയുമോ എന്നായിരുന്നു സംശയം. ഞങ്ങൾ അംഗരാജ്യത്തിനു വേണ്ടി നീയൊരു ദൗത്യം നിർവഹിക്കണം. കൗശികിയുടെ തീരത്തിൽ ഒരാശ്രമമുണ്ട്. ഒരു മഹർഷിയും മകനും മാത്രമാണ് അവിടെ താമസം. മകന്റെ പേർ ഋഷ്യശൃംഗൻ. വശീകരണ വിധികൾ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. നവയുവാവായ ആ കുമാരനെ ആകർഷിച്ചിവിടെ എത്തിക്കേണ്ട ചുമതല നിന്റെ മകൾ ഏറ്റെടുക്കട്ടെ. യാത്രയ്ക്ക് വേണ്ടത് എന്തെല്ലാമാണ്, ആരെല്ലാമാണ് എന്ന് നീ നിശ്ചയിച്ചാൽ മതി. വൃദ്ധരെ പോലും അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ് നിന്റെ മകളുടെ സൗന്ദര്യം. ഒരു 17കാരന്റെ നാടും നഗരവും കാണാത്ത കുമാരന്റെ കാര്യം പിന്നെ പറയണം. മഹാതപസ്വികളായിരിക്കും പിതാവും പുത്രനും അല്ലേ? അവിടുന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതോ നിസ്സാര കാര്യമാണെന്ന് കരുതി. 16 തികഞ്ഞിട്ടില്ല എന്റെ ഈ പെൺകിടാവിന്. പക്ഷേ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകളുടെ കഴിവിനെപ്പറ്റി ഞങ്ങൾക്ക് സംശയമില്ല. ഒരു മഹർഷിയുടെ തപസ്സിളക്കാൻ ശ്രമിച്ച ദേവസുന്ദരിയുടെ കഥ എനിക്കറിയാം. 10,000 വർഷം പാറയായി കിടക്കേണ്ടി വന്നത് നിസ്സാര സംഭവമായിരിക്കും. ശപിച്ച അതേ വിശ്വാമിത്രൻ വീണ്ടും മറ്റൊരു ദേവസ്ത്രീയെ കണ്ട് വികാരപരവശനായതും കേട്ടിട്ടുണ്ടാവുമല്ലോ. പുരാണ കഥകളുടെ പിൻബലത്തോടെയാണല്ലോ വാദം. വാദമല്ല, ശാപം കൊണ്ട് ശിലയായാൽ തന്നെ ഒന്നുമില്ല. രാജദാസികൾ കൊട്ടാരത്തിലെ വിനോദത്തിനല്ലേ? ഒരുത്തി പോയാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ 100 പേർ വരും. ഋഷ്യശൃംഗൻ ഇവിടെ എത്തി യാഗം നടത്തിയാലേ ഇവിടെ വർഷമുണ്ടാവും. അഗ്നിനിമിത്തങ്ങൾ കാണിച്ചു തന്ന പോംവഴിയാണ്. എനിക്ക് വേണ്ടി നീ ഇത് ഏറ്റെടുക്കണം. രാജശാസനം അങ്ങനെയാണെങ്കിൽ? ശാസനമല്ല, അപേക്ഷ. അംഗരാജ്യം എന്റെ വാഴ്ചക്കാലത്ത് മരിപ്പറമ്പായി മാറിയാൽ പിതൃപുണ്യാത്മാക്കൾ പൊറുക്കില്ല. എനിക്ക് വേണ്ടി സമ്മതം. വിജയകരമായി ഇത് നിർവഹിച്ചാൽ നിനക്ക് രാജാങ്കണത്തോട് തൊട്ട് തങ്കജാലകങ്ങളുള്ള ഒരു മാളിക ഞാൻ സമ്മാനിക്കും. പെൺകുതിരകളെ പൂട്ടിയ പുഷ്യരഥങ്ങൾ, 100 ദാസിമാർ, വേറെ എന്തെല്ലാം വേണം? സേനാതീരത്തിലെ വൈരക്കല്ലുകൾ, മഹേന്ദ്രത്തിൽ നിന്നുള്ള മുത്തുകൾ, കൊട്ടാരത്തിലെ എല്ലാ കലവറകളും നിലയറകളും നിനക്കായി ഞാൻ തുറന്നു വെച്ചു തരും. എന്റെ ഗുരുവര്യന്റെ മുമ്പാകെ നിന്നാണ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. പിന്നെ അങ്ങ് മാത്രം കേൾക്കേണ്ടതാണ്. തീരുമാനമായി കഴിഞ്ഞാൽ പറയാം. യാത്രയ്ക്ക് പലതും ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതെന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. ആവശ്യങ്ങൾ മുഴുവൻ നിനക്ക് പറയാം. അതിമോഹത്തിന് വില കിട്ടുന്ന അപൂർവ സന്ദർഭമാണല്ലോ മുന്നിൽ. പറയാം. കുബേരനെ കൂടെ ഭിക്ഷയെടുപ്പിക്കുന്നതല്ലേ നിന്റെ കുലം? ശാപവചനങ്ങൾ വരേണ്ടത് ഒരിക്കൽ എന്റെ ഭംഗിയും നന്മയും വാഴ്ത്തിപ്പാടിയ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് തന്നെ. കൂടുതൽ ശകാരം കേൾക്കാൻ ഈ ഉള്ളവൾ കാത്തു നിൽക്കുന്നു. നിന്നോടും കെഞ്ചേണ്ടി വന്നല്ലോ ഈ അംഗരാജൻ. വേണ്ട, അങ്ങ് വിഷമിക്കരുത്. ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു വ്യവസ്ഥയും ഇല്ലാതെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് കൗശികി. കാറ്റ് അനുകൂലമായിരിക്കും. ശുക്ലപക്ഷം കഴിയും മുമ്പ് ബാണവനത്തിലെടുക്കാം. മഴമേഘങ്ങൾ തീരത്ത് വന്ന് അടിഞ്ഞതാണോ എന്ന് ദൂരെ നിന്ന് നോക്കിയാൽ സംശയം തോന്നും. ഗണ്ഡകിയുടെ ശാഖ കൂടിച്ചേരുന്നിടം കടല് പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. ചിത്രനക്ഷത്രം നോക്കി തുഴഞ്ഞാൽ തെറ്റുപറ്റില്ല. കൊടും കാടാണ് ആശ്രമത്തിനു ചുറ്റും.
സംഘത്തിലാണെങ്കിൽ സ്ത്രീകൾ മാത്രവും. മികച്ച യോദ്ധാക്കളെ തന്നെയാണ് തുഴക്കാരായി തിരഞ്ഞെടുത്തയക്കുന്നത്. ശക്തരാവണം, ബുദ്ധിയുള്ളവരുമായിരിക്കണം. ബുദ്ധി വേണ്ടത്രയുള്ളവർ നേതൃസ്ഥാനത്തുണ്ടല്ലോ, പേടിക്കാനില്ല. വിഘ്നങ്ങളൊന്നുമില്ലാതെ ദൗത്യം പൂർത്തിയാക്കാൻ അഷ്ടവസുക്കളും നിന്നെ അനുഗ്രഹിക്കട്ടെ. വിഷ്ണു പ്രസാദത്തിനായി കൊട്ടാരത്തിൽ പൂജാകർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കെന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. അവിടുത്തെ അനുഗ്രഹം വൈശാലി ആപത്തുകളിൽ നിന്ന് രക്ഷിക്കട്ടെ. വിജയിച്ച് തിരിച്ചു വരും. അവൾക്ക് പ്രത്യേകം സമ്മാനങ്ങൾ നൽകാൻ ഞാൻ മറക്കില്ല. സമ്മാനങ്ങൾ വേണ്ട, അനുഗ്രഹം. പിന്നെ അങ്ങയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന. ശാപം കൊണ്ട് ശിലയായി മാറാൻ സ്വന്തം മകളെ തന്നെ അയച്ചുവെന്ന് ദുഃഖിക്കാൻ ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥന. മകളെ? ആരുടെ മകൾ? പിതാവെ എന്ന് വിളിക്കാൻ അർഹതയില്ലെങ്കിലും അങ്ങയ്ക്കുണ്ടായ പുത്രിയാണിവൾ. ഈ വൈശാലി? സർവദേവന്മാരും സാക്ഷിയായി ഞാൻ ഈ സത്യം പറയുന്നു. ആപത്തൊന്നും വരാതെ തിരിച്ചെത്തിയാൽ ഇതെന്റെ മകൾ, അംഗരാജ്യത്തെ രക്ഷിച്ചതിവൾ എന്ന് പൊതുജന മധ്യത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് ഉറപ്പു തരൂ. ഒരാപത്തും വരില്ല. അങ്ങ് വാക്ക് തന്നില്ല. ഋഷിശൃംഗൻ അംഗരാജ്യത്തെ രക്ഷിക്കും. എന്റെ പരമ്പരയിൽ ഋഷിശൃംഗ മഹർഷിക്ക് ഒരു പുത്രനുണ്ടാവുമെന്ന് കൂടി ദൈവജ്ഞർ പറഞ്ഞു. ഒരുപക്ഷെ അത് ഈ വൈശാലിയിലായിരിക്കും. ക്ഷമിക്കണം, യാത്രയ്ക്ക് സമയമായി. മംഗളം, മംഗളം. എല്ലാം ശുഭമായി വരട്ടെ. പോകൂ, ധൈര്യമായി പോകൂ. ഉണ്ണി, നീ ഇവിടെ? എവിടെ വൈശാലി? വൈശാലി എവിടെ? വേശ്യകളുടെ ഗമനാഗമനങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. വേശ്യകളുമായി നടത്തുന്ന ഉപജാപത്തിന്റെ മേൽനോട്ടമാവാം രാജപുരോഹിതന്. എനിക്കറിയണം വൈശാലി എവിടെ? എവിടെ വൈശാലി? എനിക്കറിയണം വൈശാലി എവിടെ? എനിക്കറിയണം വൈശാലി എവിടെ? വിടൂ, എനിക്കറിയണം. വിടൂ, വൈശാലി എവിടെ?
സീതാമംഗളം നേരാൻ മഹാരാജാവ് തന്നെ വന്നിരുന്നില്ലെങ്കിൽ ഇത് നാടുകടത്തലാണെന്ന് പറയാമായിരുന്നു. ശാപം കൊണ്ട് മുതലയായി കിടക്കേണ്ടി വന്ന ആ ദേവസ്ത്രീ ആരായിരുന്നു അമ്മേ? ഭയപ്പെടണ്ട, ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയും നമ്മെ രക്ഷിക്കുന്നുണ്ട്, മഹാരാജാവിന്റെയും. എന്തോ പക്ഷേ എന്നെ കുലത്തൊഴിലിന് ഇറക്കില്ലെന്ന് അമ്മ പലപ്പോഴും പറഞ്ഞിരുന്നത് വെറും വാക്കായിരുന്നു അല്ലേ? ഇപ്പോൾ വേണ്ടി വന്നു. പക്ഷേ മഹാരാജാവ് അമ്മയ്ക്ക് വലിയ സമ്മാനങ്ങൾ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തത്? പലതും, പലരും മോഹിക്കുന്ന പലതും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മഹാരാജാവിനോട് യാത്ര പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. അമ്മയും ഭയപ്പെടുന്നു, അതല്ലേ സത്യം? ഉറങ്ങൂ, വരൂ. ശാന്തമായി ഉറങ്ങിക്കൊള്ളൂ.